വലത് കാല് വെച്ചിറങ്ങും. ആ പിടി. എത്രയായി? 20. ഓട്ടോയുടെ വിലയല്ലേ ചോദിച്ചത്? മീറ്ററിന്റെ ചട പറഞ്ഞ. ഇത് അവരുടെ വീടല്ലേ? എവരുടെ? എന്നെ എറിഞ്ഞ ആ തള്ളയുടെ മോളുടെ വീടല്ലേ? അതെ. അതിനിപ്പോ എന്താ? ഓ അത് ശരി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വലിയ വീടാണ്, വാടക പകുതി പകുതി ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നീ എന്നെ വിളിച്ചോണ്ട് വന്നത് ഇങ്ങനെ ഒരു അപകടത്തിലേക്കാണല്ലേ? എന്തപകടം? ആ തള്ള തന്നെ. ഓ തള്ളയാണോ? അത് സാരമില്ല, നമുക്ക് ഒന്നിച്ച് നേരിടാം. ഒന്നിച്ച് നേരിടാൻ? അതെ. എനിക്കൊരു ലൈൻ ഉണ്ടെന്ന് കൂട്ടിക്കോ. ക്രോസ് ലൈൻ ആകൂടെ? ഏയ്, ഞാനൊരു പാരലൽ കോളേജ് അധ്യാപകനായതുകൊണ്ട് പാരലൽ ലൈനേ ആകൂ. വാ. മനസ്സിലാകുന്ന ഭാഷ പറയടാ. മനസ്സിലാക്കി തരാം. അവളുടെ അനിയത്തി ലക്ഷ്മി. മനസ്സിലായോ? നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ. എപ്പോഴും സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിത്വമുള്ള വ്യക്തികൾക്ക് ചേർന്നതല്ല ശിവ. അതൊക്കെ പോട്ടെ, ആ പെണ്ണിന്റെ അച്ഛൻ എവിടെയില്ലേ? അങ്ങേരെങ്ങാണ്ട് നാട് വിട്ടു പോയതാ. ചത്തുപോയെന്നാ ഇപ്പൊ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അതായിരിക്കും ശരി. ആ തള്ളയുടെ സ്വഭാവം അനുസരിച്ച് അയാൾ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ ആത്മഹത്യ ചെയ്ത് കാണും, അല്ലെങ്കിൽ അവര് തന്നെ എറിഞ്ഞു കൊന്നു കാണും. എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഇന്ന് കാണിച്ചത് പരമ ബോറായി പോയി. എന്തോന്നാ ആ പാർവതിയോട് തട്ടിക്കയറിയത്? എടാ, ഒരു പെണ്ണ് സോറി പറയാൻ വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം പെട്ടെന്നായിരുന്നില്ലേ, ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സാധിച്ചില്ല. എന്ത് പ്ലാൻ ചെയ്യാൻ? എടാ, എനിക്ക് അവളെ ഫസ്റ്റ് സൈറ്റിലെ ഇഷ്ടപ്പെട്ടതാ, അത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മാത്രമേ നീ പറഞ്ഞുള്ളൂ? എന്തായാലും നിന്റെ ബെസ്റ്റ് ടൈപ്പ്, അല്ലെങ്കിൽ നിന്നെ അവൾ ചെരുപ്പൂരി അടിച്ചേനെ. അത്രയ്ക്ക് ബോറായിരുന്നു? അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. എടാ, ഇനി അവൾ നിന്നെ ജന്മത്തെ തിരിഞ്ഞു നോക്കൂ. ഇനിയിപ്പോ എന്താണൊരു വഴി? എന്തിന്? ഒന്ന് സോറി പറഞ്ഞ് വീണ്ടും ഒരു വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച നടക്കാത്ത വഴിയുണ്ടോ? പക്ഷേ വേണ്ട, നീ ആയതുകൊണ്ട് ശരിയാവില്ല. ഓടാ, നിന്റെ ഒരു പുളു. നീ വിചാരിച്ച ഒരു ചുക്ക് നടക്കത്തില്ല. അതെ, ഒന്നല്ല 100 വഴിയുണ്ട്. നിനക്ക് ഇന്ന് കാണണോ? ഇന്നോ? എങ്ങനെ? പ്രേമ, നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ മനുഷ്യനെ മോഹിപ്പിക്കല്ലേ. നടക്കാത്ത കാര്യോ? എടാ, ഒരു ഫ്യൂസ് പോയാ പോലെ. നീ ലൈൻമാൻ അല്ലേ? ഫ്യൂസ് പോയാൽ ലൈൻമാനെ അല്ലാതെ പിന്നെ ആരെ വിളിക്കും? അയ്യോ, നിന്റെ ഒരു ബുദ്ധി. പ്രേമ, നീ ഇപ്പൊ പഴയ ആളല്ലേ കേട്ടോ, സമ്മതിച്ചു തന്നിരിക്കുന്ന. പക്ഷെ ഫ്യൂസ് എങ്ങനെ പോകും? കാറ്റടിച്ച കറണ്ട് പോകുന്നില്ലാതെ ഫ്യൂസ് പോകത്തില്ല. പക്ഷെ ഇവിടെ ഫ്യൂസ് പോകും, പോയിരിക്കും. അതെനിക്ക് വിട്ടേരെ. ഇതാ മില്ലിലെങ്ങാനും കൊടുത്തയച്ചോടമ്മേ. എന്നിട്ട് വേണം ചവറെന്നും പറഞ്ഞ് 2 നുള്ളു കിള്ളി തിന്നിട്ട് 2നും എഴുന്നേറ്റ് പോവാൻ. നീ ഒറ്റയ്ക്ക് പോകുന്ന നല്ലത്. ഒറ്റയ്ക്കാ? അത് ശരിയാവില്ല. ഒരു കുഴപ്പമില്ല, 2 പേരും കൂടെ പോയാൽ ആരെങ്കിലും ഒരാളെ കണ്ടാലോ? ഞാൻ കൂടെ ഉണ്ടെന്ന് വെച്ചോ. എന്നാലും അത് ശരിയാ. ഒരെന്നാലും ഇല്ല. നീ ആ മീറ്ററിന് താഴെയുള്ള മെയിൻ പീസ് യൂരി എടുക്കണം. അതെ, നമുക്കിത് ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ ആയപ്പോരെ. അത് വേണ്ട, വെച്ച് താമസിപ്പിക്കുന്നത് എന്തിനാ? നിനക്ക് പേടിയുണ്ട്? പേടിയാ? ഒരു ഫ്യൂസ് ഊരാൻ ഇത്രയ്ക്ക് പേടിയോ? നീ ധൈര്യമായിട്ട് ചെല്ലേ. എന്ത് സംഭവിച്ചാലും നിന്റെ പിന്നിൽ ഞാനുണ്ടാവും. അമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാം. എന്താടി അവിടെ? ആ കറുമ്പം പട്ടിയാ. ചേച്ചി, ആ ഡോറിനടിച്ചേക്ക്, ഞാൻ ഇറങ്ങി വന്നിട്ട് ശരിയാക്കാം. എനിക്ക് വയ്യ, പാവം പട്ടി അടഞ്ഞ് എന്നെ ഇരിക്കുന്നത്. നീ വേഗം എങ്ങ് വാ, അതിന് 2 കൊടുക്കണം. കുറെ ദിവസമായിട്ട് നോക്കി വെച്ചിരിക്കായിരുന്നു. ഇന്ന് അതിനെ തക്കത്തിന് കിട്ടി. നോക്കിക്കോ, അതിനെ അടിച്ചെന്ന് ചതയ്ക്കും ഞാൻ. അമ്മയും മോളും അതിനെ തല്ലുക കൊല്ലുക എന്ത് വേണമെങ്കിലും ചെയ്. എനിക്ക് വയ്യ അത് കാണാൻ. അമ്മേ, ഇതാ ഞാൻ വന്നു കഴിഞ്ഞു. കള്ളപ്പട്ടി ഇപ്പം നോക്കിക്കോ. എവിടെ? അടി എവിടെ?
അമ്മോ, അയ്യോ, അയ്യോ, അയ്യോ. പ്രേമ, തല്ലല്ലേ ചേച്ചി? വല്ലതും പറ്റിയോ? വല്ലതും അല്ലടാ, മൊത്തമായിട്ട് എന്നെ പറ്റി. പട്ടിയെ തല്ലും പോലെ അല്ലടാ എന്നെ അവര് തല്ലിയത്. പട്ടിയാണെന്നാണല്ലോ അവര് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയല്ലേ തല്ലു? നീ നിന്റെ ഒടുക്കത്തെ ഒരു പ്രേമവും. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അതെന്നെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? വേദനയുണ്ടല്ലേ? അയ്യോ, തുണിമുക്കല്ലേ? മഴയും പെയ്യുന്ന. അയ്യോ, പുള്ളി ഇത്ര പെട്ടിയാ? ചൂടുവെള്ളോ? അപ്പോ അടി കിട്ടുന്നതിന് മുമ്പേ നിന്ന് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. അല്ലാതെ ദുഷ്ട. അടി ഉറപ്പല്ലേ? ആ തള്ള തല്ലിയത് മനസ്സിലാക്കാം. ഇത് അവളും തല്ലിയടാ. പോട്ടടാ, നീ ഏതായാലും കെട്ടാനുള്ള പെണ്ണല്ലേ അവള്? കെട്ടും കെട്ടും, ഞാനവളെ തട്ടും. നോക്കിക്കോ. അവൾ അറിയാതെ ചെയ്തല്ലേ. എന്തായാലും അവസാനം മുഖം മൂടി പിടിക്കാൻ അവളുടെ ബ്ലൗസ് അല്ലേ ഉപകരിച്ചുള്ളൂ. അതാണടാ സ്ത്രീ ഹൃദയം. എന്തോ എന്റെ മനസ്സ് പറയുന്നു അവളെ നീ തന്നെ കെട്ടുമെന്ന്. ഇത്രയും ത്യാഗമൊന്നും ലോകത്തൊരു കാമുകനും അനുഭവിച്ചു കാണില്ല. നീ കവിയല്ലേ? നിന്റെ മനസ്സിലുള്ളത് മുഴുവൻ എഴുതു. നിന്റെ വേദനയും വികാരങ്ങളും ഒക്കെ ഞാൻ കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനെന്തിനാ കൊണ്ടു കൊടുക്കുന്നത്? നമുക്ക് പോസ്റ്റിൽ അയച്ചാ പോരെ? അവൾക്ക് കിട്ടണമെന്നല്ലേ ഉള്ളൂ. അത് മതിയോ? മതി 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 മതി, എങ്കിൽ മതി. ഒരു കത്തുണ്ട്, ലക്ഷ്മിക്കാണ്. നിക്ക്. നിൻ മുലക്കച്ചയിൽ മുഖം ചേർത്തു വച്ചു ഞാൻ ഇന്നലെ രാവിൽ കിടന്നുറങ്ങി. തനിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിടോ ഇതുകൊണ്ട് ഇവിടെ വരാൻ? ഇത് നല്ല കൂത്ത്. അഡ്രസ് എഴുതിയിരിക്കുന്നിടത്ത് കത്ത് കൊണ്ട് കൊടുക്കാൻ നല്ലത്. കത്തിൽ എന്താണെന്ന് ഞാൻ നോക്കേണ്ട കാര്യം എന്താ? പ്രേമചന്ദ്രൻ. എടാ പ്രേമചന്ദ്ര. ശാരദേന്ദു മയൂഖമാലകൾ ചൂടി നിൽക്കുന്ന വാനിലെ താരവൃന്ദങ്ങൾ പൂവിരിച്ചിട്ട് ഗാനഗന്ധർവ വേദിയിൽ പോയി വന്നാലോ ഓമലെ പ്രേമഭാവന തീർത്ത തോണിയിൽ. ഈ കവിത ആരെഴുതിയതാണ് സർ? ഈ കവിത എഴുതിയത് മഹാകവി പ്രേമചന്ദ്രൻ, അതായത് ഞാൻ. അവന്റെ ഒരു കവിത പഠിപ്പിക്കാൻ നടക്കുന്നു കോരങ്ങൻ. വല്ല പാറമടയിലും കല്ലൊടിക്കാൻ പോടാ. പാടി, ഇവിടുത്തെ പഠിത്തം മതി. നടക്കടി വീട്ടിലേക്ക്. എന്താ സുഭദ്രാമേ, എന്താ ഇവിടെ പ്രശ്നം? തിരുമേനി വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് മാത്രമാണ് നല്ല മാർക്കുണ്ടായിട്ടും ടൗണിലെ കോളേജിൽ നിന്ന് കാർഡ് വന്നിട്ടും അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് എന്റെ 2 പിള്ളേർ ഇവിടെ ചേർത്ത്. അതിനിപ്പോ എന്താ സംഭവിച്ചേ? എന്ത് സംഭവിക്കണം? ഇവനെ പോലുള്ള കോന്തന്മാരാണ് ഇവിടെ പഠിപ്പിക്കുന്നെങ്കിൽ പിള്ളേരെ പറ്റി ദണ്ണമുള്ള അച്ഛനമ്മമാർ വന്ന് ഈ കോളേജിന് തീ വയ്ക്കും. എന്താ കാര്യം എന്ന് തുറന്നു പറയൂ സുഭദ്രാമേ. ഈ കൊരങ്ങൻ എന്റെ മോളെ കുറിച്ച് കവിത എഴുതി അയച്ചിരിക്കുന്നു എന്റെ വീട്ടിലേക്ക്. ഇവരൊക്കെയാണ് ഇവിടുത്തെ വാദ്യമാരെങ്കില് എന്റെ മക്കൾ ഇവിടെ പഠിക്കണ്ട. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവർക്കും പോവാം. സുഭദ്രാമ വരൂ. ഞാനാ വിളിക്കണേ, വരൂ. ഈ വയറിന്റെ മുഴുവൻ ഇൻസുലേഷനും പോയി കിടക്കുകയാണല്ലോ. ചുമ്മാതല്ല തീയും പുകയൊക്കെ വന്നത്. ഇതൊന്നും ഇവിടെ മീറ്റർ റീഡ് ചെയ്യാൻ വരുന്ന ആരും കണ്ടില്ലേ? ഇവിടെ മീറ്റർ റീഡിംഗ് ഒന്നും ആരും വരാറില്ല. എന്താ? അതിന് ധൈര്യമുള്ളവരാരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇതേ അനിയൻ തിരുമേനിയുടെ മില്ല.
മീറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ? വേണ്ട സാറേ, അതിനെ വെറുതെ ഉപദ്രവിക്കണം. അത് പ്രവർത്തിക്കില്ല. അനിയൻ തിരുമേനിയെ മീറ്ററിനും പേടിയാണ്. ആണെന്നാ തോന്നണേ. പക്ഷെ എനിക്കില്ല. തന്റെ അനിയൻ തിരുമേനി വരുമ്പോ പറഞ്ഞേര്, ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റിച്ച് അങ്ങനെ എണ്ണക്കച്ചവടം നടത്തണ്ടാന്ന്. കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ സാറേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. സംസാരിക്കാൻ എന്തിരിക്കുന്നു? അനിയൻ തിരുമേനിയെ പേടിയില്ലാത്ത കുറെ മീറ്ററുകൾ ഓഫീസിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് കൊണ്ടുവച്ചിട്ട് മതി ഇനി എണ്ണയാട്ടം. ഞാൻ വീണ്ടും പറയുകയാണ് സാറേ, വെറുതെ പ്രശ്നം വഷളാക്കരുത്. വഷളാകാൻ എന്തിരിക്കുന്നു? തന്റെ അനിയൻ തിരുമേനി ഓഫീസിൽ വന്ന് പെനാൽറ്റി കിട്ടണം, പുതിയ മീറ്ററിനുള്ള ആപ്ലിക്കേഷൻ തരണം, അത്രേ ഉള്ളൂ. ആ ഫ്യൂസ് കൊണ്ടുപോകരുത്. അനിയൻ തിരുമേനി ആരാണെന്ന് അറിയില്ല. അവന്റെ ഒരു അനിയൻ തിരുമേനി. ഞാനാ പറയുന്നത്, അനിയൻ തിരുമേനി. അനിയൻ തിരുമേനി എന്ന് പറഞ്ഞാൽ ആരാ? ദൈവം തമ്പുരാനും. ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. കൊണ്ടുപോയി കുത്തറ കുത്താൻ. നിർത്താൻ. അനിയന് ഇത്തിരി കൂടണ്ട. ഓ, ഏൽപ്പിക്കാൻ കൊണ്ടൊരു സമയം. ക്ഷമിക്കണം, മീറ്റർ വർക്ക് ചെയ്യാത്ത കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. സത്യ, ദേവി ഇത് റിപ്പോർട്ട് ചെയ്യരുത്. പെനാൽറ്റി കെട്ടാൻ ഇല്ലാത്തോണ്ടല്ല, അഭിമാനം ഓർത്താ. അവന് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കണു. നാളെ തന്നെ ഞാൻ ഓഫീസിൽ വന്ന് പുതിയ മീറ്ററിനുള്ള ആപ്ലിക്കേഷൻ തരാം. എന്നെ രക്ഷിക്കണം. ഫ്യൂസ് ഞാൻ കുത്തിത്തരാം. പക്ഷെ തിരുമേനി ഇന്ന് തന്നെ ഓഫീസിൽ വന്ന് ആപ്ലിക്കേഷൻ തരണം. വേറൊന്നും കൊണ്ടല്ല, ചെയ്യുന്ന തൊഴിലിനോട് മാന്യത പുലർത്തണമല്ലോ. വേണം, തീർച്ചയായും വേണം. എനിക്ക് വളരെ ഇഷ്ടമായി. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. നിങ്ങൾക്ക് എന്താ ഇത്ര എറി? ഇന്ന് നോക്കൂ. തന്നെയല്ലേ എറിഞ്ഞത്? ആ കൊരങ്ങനെയാ. വൃത്തിയോട് കാണിച്ചാ ഇനി എറി. ഇവിടെ ആര് വൃത്തിയോട് കാണിച്ചെന്നാ? നീ വല്ലതും കാണിച്ചടേ. ഞാൻ ഇവിടെ നിന്ന് കുളിച്ച്. ഇനി അഥവാ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ കുളിക്കുമ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കും. അയ്യ, അവന്റെ ഒരു കുളി കിണറ്റിൻ ചോട്ടിൽ അല്ലെങ്കിൽ അവന് മേലെ നനയില്ല. അടുത്ത വീട്ടിൽ പ്രായമായ പെൺകുട്ടികൾ ഉണ്ടെന്നൊരു വിചാരം വേണം. അയ്യേ, പ്രായമായ പെമ്പിള്ളരെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് തെറ്റല്ലേ അമ്മായി? അത് തെറ്റ്, തെറ്റാണ്. എന്താടാ കളിയാക്കുന്നോ? നീ ആരാടാ കൈയും കലാശവും കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളവരെ കാണിക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ജീവിക്കും. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരല്ലേ.
കൂടുതൽ കളിച്ചാലുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ ഒന്നുമില്ലാതെ കുളിക്കും. ഫുൾ നേക്കഡ്. കാണോ? ചോണയുണ്ടെങ്കിൽ ഒന്ന് കാണിക്കടാ. നീയൊക്കെ എന്താ വിചാരിച്ചേ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? കാണിച്ചു തരാം. ഈ സുഭദ്രാമ ആരാണ്? കാണിച്ചു തരാം. അല്ല, നീ നേക്കറ്റായിട്ട് വിളിക്കുന്ന പറഞ്ഞ സീറ്റ് സെറ്റാണ്. ഇപ്പൊ തന്നെ നമ്മൾ വിളിക്കോ? അപ്പൊ വെറുതെ പറഞ്ഞതാ. അങ്ങനെ എങ്ങോട്ടാ? മാനം മര്യാദയ്ക്ക് നിങ്ങളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. അതിനിപ്പോ ഇവിടെ എന്തുണ്ടേ? ഓഹോ, അപ്പൊ അവന്മാര് പറഞ്ഞ സാരോപദേശ കഥകളൊന്നും എന്റെ മക്കള് കേട്ടില്ലേ? അതെങ്ങനെയാ? വീട്ടിൽ 2 പെൺപിള്ളേരുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ വെക്കിട്ട് കയറാൻ നടക്കല്ലേ അമ്മ? എന്നാ ചെല്ലടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ലെങ്കിലും അവർക്ക് ഇത്തിരി കൂടുതലാ. ഓ, മന്ദൻ രാജാവിന് കോന്തൻ മന്ത്രി. എന്തെങ്കിലും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവന്മാര് 2നും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അവനെയും കൊണ്ടേ ഞാൻ വരും. ആര്? കുമാരനെ. കുമാരനോ? ഏത് കുമാരൻ? വിക്രമേട്ടന്റെ മകൻ കുമാരൻ. കൂട്ടിയിട്ടകത്തിരിക്കുക. എന്താടാ? ഇവൻ കള്ളം തന്നെ. എനിക്കത് തോന്നി. ആ മുഖം കണ്ടല്ലോ. ഇവൻ ജനിച്ചതേ കള്ളനായിട്ടാ. പക്ഷെ വരുത്തനാ. ഈ മാതിരി സാധനത്തിനെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ആരുമില്ല. അതെന്തുകൊണ്ടാണ് അവന്റെ പുറത്ത് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത്? മോഷണത്തിനുള്ള ആയുധങ്ങൾ വല്ലതുമായിരിക്കും. ഇപ്പൊ താഴ് തുറക്കാനും പൂട്ട് പൊളിക്കാനും ഒക്കെ ലേസർ കട്ടർ വരെ ഉണ്ടെന്നാ കേട്ടത്. നമുക്ക് ഇത്തിരി ബലമുള്ള ആരെങ്കിലും വിളിക്കാം. കള്ളതാണെന്ന് തോന്നുന്നു. നീ കവലെ പോയി 3-4 പേരെ വിളിച്ചു. ഭയങ്കര കള്ളനാ. പട്ടാപ്പകരം മോഷണം. എക്സ്പീരിയൻസ്ഡ് കള്ളനാ. വീരപ്പന്റെ ബ്രദർ. വീരപ്പനല്ല, വാഴയപ്പൻ. നിക്ക്. ഇതേ എന്റെ ആങ്ങളയുടെ മോൻ കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടെയുള്ള ചില കള്ള തെമ്മാടികളെ എനിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ. അവന്റെയൊക്കെ ഒരു കുളിയും തേവാരും. അത് നമ്മൾ ഉദ്ദേശിച്ചാണ്. പതുക്കെ വലിയ. എടോ പ്രസിഡന്റ്, ഒന്നവിടെ നിന്നേ. നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഈ തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്ന എന്റെ ഈ ഗേറ്റ് നന്നാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. കുമാരനാരാണോ താൻ അറിയും? ഈ ഗേറ്റ് അല്ലേ? അത് ഞാൻ ശരിയാക്കി തരാം. സില്ലി ബോയ്. കഴിക്കുമോനെ, നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാരന്റെ സ്റ്റാർമിന. ഒക്കെ ദുഷ്ടന്മാരാ. നിനക്കെന്തെങ്കിലും പറ്റിയോടാ? പറ്റാനോ? എനിക്കോ? അമ്മായി കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ ശവങ്ങളായിരുന്നേനെ. ശവങ്ങള് ഈ പറമ്പ് മുഴുവൻ. എന്തടിച്ചിരിക്കുന്നത്? ശരി വന്നിട്ട് ഈ നാട്ടിലുള്ള വേന്ദ്രന്മാര് മുഴുവൻ വന്നല്ലോ. ഒരുത്തനെ കൊണ്ടായോ അവന്റെ മേത്തൊന്ന് തൊടാൻ? ചത്തുപോയെങ്കിലെന്ന് വിചാരിച്ചായിരിക്കും.
അയ്യേ എന്താ അമ്മായി ഇത്? ഇവിടെ ഇങ്ങനെയാ, ഒരു കാറ്റ് വന്നാ മതി. ഒരു ലൈൻമാൻ വിളിച്ച് നന്നാക്കിച്ചുകൂടെ? അതിന് ഇങ്ങോട്ട് വിളിച്ച ആരെങ്കിലും വന്നെങ്കിലല്ലേ. ഈ കുമാരൻ വിളിച്ചാൽ വരും, ഏത് ലൈൻമാനും വരും. അയ്യേ അയ്യേ